ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾക്കെതിരെ സമരം പ്രഖ്യാപിച്ച നാഷണൽ ജനതാദൾ പാലക്കാട് ജില്ലാ കമ്മിറ്റി. നിയമം ലംഘിച്ച് 50-60% വരെ പലിശ വാങ്ങിയും കടം വാങ്ങിയവരെ ഭീഷണിപ്പെടുത്തിയും അപമാനിച്ചുമാണ് പണം ഈടാക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു. സ്ത്രീകളാണ് ഇത്തരം കമ്പനികളുടെ ഇര. പണം കടം കൊടുക്കുന്ന സ്ത്രീകളിൽ ഒരാളെ കൺവീനറായി എടുത്ത സംഘത്തിന്റെ ഓരോരുത്തർക്കും 30,000 രൂപ മുതൽ 50,000 കടം കൊടുക്കുകയാണ് ഇവർ ചെയ്യുന്നത്. എല്ലാ രേഖകളും കൈപ്പറ്റിയ ശേഷമാണ് സ്ത്രീകൾക്ക് മാത്രമായി പണം കടം കൊടുത്ത് കൊള്ളപ്പലിശ ഈടാക്കുന്നതെന്നും ഭാരവാഹികൾ ആരോപിച്ചു. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ചില മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ പോലും ഉണ്ട്. ഇന്നിപ്പോൾ സ്ത്രീകൾ അസമയത്തൊക്കെ 8 മണിക്ക് 8:30-ക്കൊക്കെ ഞങ്ങൾ ഫുൾ തെളിവോട് കൂടിയിട്ടാണ് ഞങ്ങൾ പറയുന്നത്. എന്താ വെച്ചാൽ 8:30 മണിക്കൊക്കെ ഓരോരുത്തർ വിളിച്ചിട്ടാണ് പറയുന്നത്, ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ വന്നിരിക്കുന്നു, പൈസ കിട്ടിയാലേ പോവുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണ്. ഇത് ആർക്കും ഇത് അവിടുന്ന് സംസാരിച്ച് തീർക്കാവുന്ന പ്രശ്നമാണ്. അവരോട് സംസാരിക്കാം, ഇന്ന് തരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാം. പക്ഷേ ഈ ആറോ എന്ന് പറഞ്ഞ് ഓമന പേരിട്ട് വിളിക്കുന്ന ഈ പൈസ പിരിക്കാൻ വരുന്ന പയ്യന്മാർ അവരോട് പറയുന്ന വാക്കുകൾ, അസഭ്യങ്ങൾ, പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ആവശ്യമില്ലാത്ത അനാവശ്യങ്ങളാണ് ഈ സ്ത്രീകളെ പറയുന്നത്. പലർക്കും അത് താങ്ങാനുള്ള ഒരു കഴിവില്ലാത്തത് കൊണ്ടാണ് പലരും ഇന്ന് ആത്മഹത്യയുടെ വക്കിലാണ്. ഈ മൈക്രോ ഫിനാൻസിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു പ്രാവശ്യം നമ്മൾ പത്രസമ്മേളനമൊക്കെ വിളിച്ചതാണ്. അതിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞതാണ്. പോലീസ് സ്റ്റേഷനിൽ പോയി അവരാരും നമ്മൾക്ക് വേണ്ട വിധം ഒരു നിയമോപദേശം തരാനോ അല്ല ഈ മൈക്രോ ഫിനാൻസുകാരുടെ നേരിൽ ഒരു പരാതി എടുക്കാൻ പോലും തയ്യാറാകാത്ത പോലീസ് സ്റ്റേഷനുകൾ, ഞങ്ങൾ കയറി ഇറങ്ങിയ പോലീസ് സ്റ്റേഷനുകളുണ്ട്. അപ്പോൾ ഇത് വീണ്ടും വളരെ അതിശക്തമായി തന്നെ നമ്മൾ ഇതിനെതിരെ തിരിച്ച് അടിക്കും. ഇത്തരം പണമിടപാട് സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ ഡിസംബർ 19 സത്യാഗ്രഹ സമരം നടത്തും. നാഷണൽ ജനതാദൾ ജനറൽ സെക്രട്ടറി സൗഫിയ നസീർ, മഹിളാ ജനത ജില്ലാ പ്രസിഡന്റ് എസ് വിജയലക്ഷ്മി, ആർ നിലാവർനിസ, പ്രസന്ന എത്തനൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.